പുതിയ വണ്ടി. അപ്പോൾ നമ്മൾ ഇതിന്റെ അടക്കേണ്ട കാര്യമില്ല. കസ്റ്റമർക്ക് തന്നെ വന്ന സീറ്റിംഗ് ആണ് വരത്തക്ക രീതിയിലുള്ള പല മോഡലുണ്ട്. അതായത് സൈഡിൽ ഗ്ലാസ് റെക്സിൻ ടൈപ്പ് ഉണ്ടാവും. സൈഡിൽ ഗ്ലാസ് പിന്നെ ടോപ്പ് തന്നെ ക്യാറാണ്. ഇതിന് ശരാശരി ഞങ്ങളൊരു 3500 രൂപ മെറ്റീരിയൽ വണ്ടി ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫ്രഷ് വണ്ടിയാണ്. അപ്പോൾ നമ്മളൊന്നും വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ അഡീഷണൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇത് CNG ആണ്. CNG വണ്ടിയാണ്. എൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. എത്ര നാളായിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട്? 30-35 വർഷമായി. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു 30 വർഷമായിട്ട് അപ്പം നമ്മൾ ഈ ഒരു പുതിയ ഓട്ടോ വരുവാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഷോറൂമിൽ നിന്ന് വന്ന പുതിയ വണ്ടിയാണ് ഇത്. വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇതാണ് എൻ്റെ കണ്ടീഷൻ. CNG ഇത് ഞങ്ങൾ പുതിയ മോഡലായിട്ട് പല മോഡലുണ്ട്. അതായത് സൈഡിൽ ഗ്ലാസ് റെക്സിൻ ടൈപ്പ് ഉണ്ടാവും. സൈഡിൽ ഗ്ലാസ് പിന്നെ പെയിൻ്റ് അടിക്കുന്ന ടൈപ്പ് ഉണ്ടാവും. പിന്നെ ഇത് ഹൈറ്റ് കൂട്ടി ഇത് ഫ്രണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇത് ഇവർക്ക് ഹൈറ്റ് കൂട്ടി ഒരേ ലെവലായിട്ടാണ് ഞങ്ങളുടെ വണ്ടി പണിയുന്നത്. അപ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ? ഈ ബോഡി വർക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് ലെവലാക്കി സൈഡിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് വന്ന് ഫ്രണ്ടിൽ അകത്ത് ബോക്സ് ഒക്കെ ഉണ്ടാവും. ഫ്രണ്ടിൻ്റെ അകത്ത് ബോക്സ്, ബാക്കിൽ ബോക്സ് വെച്ച് വെക്കാനുള്ള. പിന്നെ ഇവിടെ എന്തെങ്കിലും അഡീഷണൽ 2 പീസ് ഡബിൾ പൈപ്പ് ഒക്കെ ഉള്ളതാണ്. ഇതെല്ലാം കൂടി ചെയ്ത് ഞങ്ങൾ ഈ മെറ്റീരിയൽസ് ഉൾപ്പെടെ ഞങ്ങൾ ബോഡി വർക്കിന് 15 രൂപയാണ് ഞങ്ങൾ കവർ ചെയ്യുന്നത്. 15 രൂപ. എത്ര ദിവസം കൊണ്ട് ചെയ്യും ഇത്? ഞങ്ങളൊരു 3 ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യും. 3 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിന്റെ ക്യാറുണ്ട്. ക്യാർ വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അകത്ത് പുതിയ വണ്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ അഴിക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ടാണ് ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പുതിയതാണ്. ഇപ്പോൾ കുറേ അഡീഷണൽ സാധനങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. അഴിക്കുന്നതാണ്. അയച്ചോ. അപ്പോൾ നമ്മുടെ റെക്സിന് അടിച്ചിരിക്കും കേട്ടോ. ഇതിൻ്റെ വർക്ക് ചെയ്യാനായിട്ടുള്ള ലെവലാണ്. അത് ഞങ്ങളിവിടെ വണ്ടി ഇവിടെ ഈ സൈഡിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് വെച്ച് നിവർക്കുന്നുണ്ട്, ലെവലാക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് ലെവലാക്കി ഇതൊരു 3-4 ഇഞ്ചിന്റെ മറ്റേ ഹൈറ്റ് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്.
എന്നിട്ട് ഇത് വാട്ടർ ചാനലൊക്കെ വെച്ച് ഇത് ഏകദേശം സൈഡിൽ ഗ്ലാസ് പെയിന്റ് അടിക്കുന്ന ടൈപ്പ് ഗ്ലാസ്സാണ് വണ്ടിയാണ്. പെയിന്റ് അടിച്ച് മഞ്ഞ കളറിട്ട് പെയിന്റ് അടിച്ച് അപ്പൊ അതില് റെക്സിൻ വരത്തില്ല. ഈ റെക്സിന് ഈ പോർഷൻ മാത്രമേ വരുള്ളൂ. പിന്നെ ഞങ്ങളത് ഇത് മറ്റേ പൈപ്പൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് പൈപ്പൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് സാധനം ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ബോക്സ് ഒക്കെ ഉണ്ടാവും. സെറ്റ് വെക്കാനുള്ളതും ബോക്സ് ഒക്കെ ഉണ്ട്. ബാക്കിൽ ഇവിടെ ബോക്സ് ഉണ്ട്. സ്പീക്കർ വെക്കാനുള്ള സെറ്റിംഗ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ പൈപ്പുകളൊക്കെ ഞങ്ങൾ ലെവൽ ചെയ്ത് 3 അഡീഷണൽ പൈപ്പ് കയറ്റി ഇതിന്റെ ടോപ്പിൽ കൂടി എക്സ്ട്രാ പൈപ്പൊക്കെ കയറ്റിട്ടാണ് ലെവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ടോപ്പ് ഏകദേശം ഒരേ ലെവലായിരിക്കും. പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മൾ കുറച്ച് ഡിസൈൻ പാർട്ട് വരുന്നുണ്ടല്ലേ. ഈ ഒരു സൈഡ് ഡോറിന് ആംഗ്ലർ വെച്ച് ഇവിടെ ഒരു പ്രത്യേകം ഡിസൈനൊക്കെ ചെയ്ത് ബമ്പർ ഡിസൈനൊക്കെ ചെയ്ത് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അതിവിടെ ഡോറ് ലോക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഡോർ ലോക്ക് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. കസ്റ്റമർക്ക് നേരെ വന്ന് അടക്കേണ്ട കാര്യമില്ല. കസ്റ്റമർക്ക് തന്നെ വന്ന് ലോക്ക് ചെയ്തിട്ട് പോകാം. പിന്നെ ഇതിവിടെ ഏരിയയിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഗ്യാസിന്റെ അവിടെ പ്രത്യേക അടപ്പനൊക്കെ വെക്കും. അടപ്പനൊക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മളിവിടേക്ക് അഡീഷണൽ ഒരു ഇതിട്ട് സീറ്റിംഗ് ആയി വരത്തക്ക രീതിയിലുള്ള ഈ ക്യാറാണ്. ടോപ്പ് തന്നെ ക്യാറാണ്. ഇതിന് ശരാശരി ഞങ്ങളൊരു 3500 രൂപ മെറ്റീരിയൽസ് ഉൾപ്പെടെ ഞങ്ങൾ വർക്ക് ചെയ്യണം. 3500 രൂപയ്ക്കാണ് പിന്നെ ഇതിൻ്റെ സൈഡുണ്ട്, കൊമ്പുണ്ട്. സൈഡ് ഫ്രണ്ടിൽ വെക്കണ കൊമ്പിന്റെ നമ്മുടെ ഗ്ലാസ്സിൽ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ ഇവിടെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തുടക്കം ഇങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഓട്ടോ HD എന്ന് പിന്നെ അകത്തോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്യാസിൻ്റെ കുറേ സാധനങ്ങളും കാണാം. ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ മീറ്ററും കാര്യങ്ങളും പിന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ് CNG ആകുമ്പോൾ CNGയുടെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ വരുന്ന പോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു Piaggio വെഹിക്കിൾ പ്രൈസില്ല, അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. സീറ്റ് നോർമൽ സീറ്റൊക്കെ ആണ്. ഇതെല്ലാം മാറ്റം കേട്ടോ. അഡീഷണൽ വേറെ വെക്കുമ്പോൾ ജസ്റ്റ് സ്പെയർ വീൽ ഇവിടെ വരുന്നത് കേട്ടോ. സ്പെയർ വീലിൻ്റെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴത്തേക്ക് വരുവാണെങ്കിൽ CNGയുടെ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ബ്രേക്കർ, റിവേഴ്സ്, ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്കിവിടെ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവരൊരു ഗ്രില്ല് പോലെ വരുന്നുണ്ട്. പിന്നെ ഒരു സൈലൻസും കാര്യങ്ങളും പിന്നെ വണ്ടി എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയല്ല. അപ്പോൾ അത് എൻജിൻ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇതിൻ്റെ ആക്സിനും കാര്യങ്ങളും പുഷ് അത് ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് പോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ഇവിടെ വരുവാണെങ്കിൽ ഇതിൻ്റെ
എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പെട്രോൾ ടാങ്കും കാര്യങ്ങളും പിന്നെ ചെറിയൊരു ബുഷും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പെട്രോളിൻ്റെ ഒരു ചാർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു എയർ, പിന്നെ ഓട്ടോ DX HT ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പിന്നെ ഒരു ഡോറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ മീറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്പീക്കറൊക്കെ അഡീഷണൽ വെക്കാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വൈപ്പറിൻ്റെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റിവേഴ്സിൻ്റെ ഒരു, പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും, പിന്നെ ബ്രേക്ക്, പിന്നെ ഇവിടെ ഫ്യൂസിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു കാർ സ്റ്റീരിയോ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനത്തിന്, പിന്നെ ഇത് പെട്രോളിലും CNG ഓടാവുന്ന രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്, മാറ്റാവുന്നത്. പിന്നെ ഗിയറിൻ്റെ പൊസിഷനൊക്കെ പഴയ പോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. പിന്നെ Piaggio എന്നൊരു ലോഗോ വരുന്നുണ്ട്. അത് മീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. അവിടെ